ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി മാറിയതിനു പിന്നിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികളുണ്ട്. വ്യവസായം, ശാസ്ത്ര സാങ്കേതികത, കാർഷികോൽപ്പന്ന കയറ്റുമതി, സൈനിക ശക്തി, ആഭ്യന്തര ഉൽപാദനം അങ്ങനെ പല മേഖലകളിലും ലോകത്തിന്റെ മുൻനിരയിലേക്ക് ഇന്ത്യയെ എത്തിക്കാൻ സർക്കാർ വമ്പൻ പരിഷ്കാരങ്ങളാണ് നടത്തിയത്. രാജ്യത്തെ വ്യവസായ വളർച്ചയ്ക്ക് ആക്കം കൂട്ടാൻ വിട്ടുവീഴ്ചകൾക്ക് സർക്കാർ തയ്യാറായി. ഇന്ത്യയെ വ്യവസായ സൌഹൃദ രാജ്യമാക്കാൻ ചുവപ്പുനാടകൾ മാറ്റി സംരംഭകർക്കായി ചുവപ്പു പരവതാനി വിരിച്ചു. ഏഞ്ചൽ ടാക്സ് റദ്ദാക്കൽ, കോർപ്പറേറ്റ് നികുതി കുറയ്ക്കൽ തുടങ്ങിയ വിപ്ലവകരമായ തീരുമാനങ്ങളെടുത്തു. 1500-ലധികം കാലഹരണപ്പെട്ട നിയമങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് അനാവശ്യ ഭരണഭാരം കുറച്ചു. എല്ലാ സർക്കാർ അനുമതികളും ഒരൊറ്റ പ്ലാറ്റ്ഫോമിലൂടെ നേടാൻ ദേശീയ ഏകജാലക സംവിധാനം നടപ്പാക്കി. ഒപ്പം സമ്പദ് വ്യവസ്ഥയുടെ ഡിജിറ്റലൈസേഷനും സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടി. അങ്ങനെ ആഗോള നിക്ഷേപകർക്ക് ഇന്ത്യ പ്രിയപ്പെട്ടതായി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കരുത്ത് തെളിയിക്കും വിധം പുതിയ സംരംഭങ്ങളുടെ വൻ കുതിപ്പാണ് രാജ്യത്തുടനീളം. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം രജിസ്റ്റർ ചെയ്തത് 1,85,314 പുതിയ കമ്പനികൾ. ഇതിനു പുറമെ 58,990 ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പുകളും പുതിയതായി നിലവിൽ വന്നു. സേവന മേഖലയിലാണ് പുതിയ ബിസിനസ്സുകൾ ഏറെയും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഡിജിറ്റൽ വിപ്ലവവും IT അധിഷ്ഠിത സേവനങ്ങളുമാണ് ഈ മേഖലയിലെ മുന്നേറ്റത്തിന് പ്രധാന കാരണം. ഏകദേശം 30,927 കോടി രൂപയുടെ പെയ്ഡപ്പ് ക്യാപിറ്റലോടെയാണ് കമ്പനികൾ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. ദശലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷയും അവകാശങ്ങളും ഉറപ്പാക്കുന്നതാണ് പുതിയ 4 തൊഴിൽ നിയമങ്ങൾ. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും ഓൺലൈൻ ഡെലിവറി പങ്കാളികൾക്കും ഉൾപ്പെടെ ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും. 29 പ്രധാന തൊഴിൽ നിയമങ്ങളെ ക്രോഡീകരിച്ചാണ് 4 ലേബർ കോഡുകളാക്കി ചുരുക്കിയത്. അടിസ്ഥാന ശമ്പളവും തുല്യ ജോലിക്ക് തുല്യവേതനവും നിയമം ഉറപ്പു നൽകുന്നു. സ്ത്രീകൾക്ക് എല്ലാ മേഖലകളിലും രാത്രി ഷിഫ്റ്റുകളിൽ ഉൾപ്പെടെ സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യമൊരുക്കുന്നു. തൊഴിലാളികൾക്ക് സൌജന്യ ആരോഗ്യ പരിശോധനയും മികച്ച തൊഴിൽ അന്തരീക്ഷവും നിർബന്ധമാക്കുന്നതാണ് നിയമം. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി ഡിജിറ്റൽ പോർട്ടൽ വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ സൌകര്യവും റേഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ രാജ്യത്തെവിടെയും ലഭ്യമാക്കുന്ന പദ്ധതിയും ഇതിന്റെ ഭാഗമാണ്. ഒറ്റ ഫോം ഒട്ടേറെ സേവനങ്ങൾ, അതാണ് സ്പൈസ് പ്ലസ് എന്ന സംയോജിത വെബ് ഫോം. ഇന്ത്യയിൽ പുതിയ കമ്പനികൾ തുടങ്ങുന്നതിനുള്ള സർക്കാരിന്റെ ഏകജാലക സംവിധാനം. ഇത് കമ്പനി രൂപീകരണ പ്രക്രിയ ലളിതമാക്കിയതിനൊപ്പം സമയബന്ധിതവും സുതാര്യവുമാക്കി.